മഹാഭാരത യുദ്ധത്തിൽ കർണൻ മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവിനുണ്ടായ ഒരു അസാധാരണമായ സംഭവത്തെക്കുറിച്ചാണ് ഈ കഥ. കർണൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ യമരാജൻ നേരിട്ടെത്തി. എന്നാൽ സൂര്യദേവനും ഇന്ദ്രനും പ്രത്യക്ഷപ്പെടുകയും കർണന്റെ ജീവിതം ദാനത്തിനും ധർമ്മത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചതിനാൽ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് നേരിട്ട് കൊണ്ടുപോകണമെന്ന് യമനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് യമരാജൻ സമ്മതിച്ചു. കർണൻ സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ സ്വർണവും ആഭരണങ്ങളും മാത്രമാണ് കണ്ടത്. ഭക്ഷണമോ ജലമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു, ഞാൻ ജീവിതകാലം മുഴുവൻ ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിവിടെ കഴിക്കാൻ ഒന്നും നൽകുന്നില്ലല്ലോ. അപ്പോൾ ഇന്ദ്രൻ മറുപടി പറഞ്ഞു, കർണ, നീ ജീവിതകാലം മുഴുവൻ സ്വർണവും ധനവും ഭൂസ്വത്തുക്കളും മാത്രമാണ് ദാനം ചെയ്തത്. ഒരിക്കലും നീ അന്നദാനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് സ്വർഗത്തിൽ ഭക്ഷണം ലഭിക്കാത്തത്. ഇതു കേട്ട കർണൻ തനിക്ക് അന്നദാനം ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരികെ വരാൻ അനുവാദം ചോദിച്ചു. ഇന്ദ്രൻ അദ്ദേഹത്തിന് 14 ദിവസത്തെ സമയം അനുവദിച്ചു കൊടുത്തു. ഈ സംഭവമാണ് പിതൃപക്ഷത്തിൽ ശ്രാദ്ധവും അന്നദാനവും നടത്തുന്നതിന്റെ പിന്നിലുള്ള കാരണമെന്ന് പറയപ്പെടുന്നു. ഏതൊരു ആത്മാവിനും ഭക്ഷണത്തിന്റെ കുറവ് ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ആചാരം നിലവിൽ വന്നത്. കർണന്റെ മരണാനന്തരമുള്ള ഈ കഥ മഹാഭാരതത്തിലെ ഒരു പ്രശസ്തമായ ഉപകഥയാണ്. ഇത് ഭാരതീയ പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും വ്യാപകമായി പ്രചാരത്തിലുള്ള ഒന്നാണ്. മഹാഭാരതം ഒരു ഇതിഹാസ കാവ്യമാണ്. അതിലെ പല സംഭവങ്ങളും കഥകളും ധാർമ്മികമായ പാഠങ്ങളും ആത്മീയമായ ആശയങ്ങളും നൽകുന്നതിന് വേണ്ടിയുള്ളവയാണ്. ഈ കഥയും കർമ്മഫലത്തെയും ദാനധർമ്മങ്ങളുടെ പ്രാധാന്യത്തെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു നീതി കഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിതൃപക്ഷത്തിൽ ശ്രാദ്ധവും അന്നദാനവും നടത്തുന്നതിന്റെ പിന്നിലുള്ള കാരണമായി ഈ കഥയെ പലപ്പോഴും പറയാറുണ്ട്. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. കർണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ.